നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട്ടിൽ കെ രമ MLA എത്തി അർജുൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടു. കേരളം മുഴുവൻ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഷിരൂർ ഗംഗാവലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുൻ്റെ തിരിച്ചുവരവ് കാത്തിരുന്നത് എന്ന് കെ രമ MLA പറഞ്ഞു. ദിവസം കഴിയുന്തോറും നിരാശയും ആശങ്കയും മാത്രമാണ് ബാക്കി. പറഞ്ഞറിയിക്കാനാവാത്ത അനിശ്ചിതത്വവുമാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം നാളുകൾ തള്ളി നീക്കുന്നത്. ഷിരൂരിലെ രക്ഷാപ്രവർത്തനം അനിശ്ചിതാവസ്ഥയിലാണെന്നത് സങ്കടകരമാണ്. ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്നും അവർ പറഞ്ഞു. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ല എന്ന നിലപാടിലാണ് കർണാടക. അതേസമയം തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഗംഗാവലി പുഴയിലെ തിരച്ചിൽ കർണാടക സർക്കാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇനി എന്ന് പുനരാരംഭിക്കും എന്ന കാര്യം ആർക്കും അറിയില്ല. കർണാടക അധികൃതരും ഇക്കാര്യത്തിൽ യാതൊന്നും പറയുന്നില്ല. തിരച്ചിൽ അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചെങ്കിലും അനുകൂല നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങൾ നിരത്തിയാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ നിന്ന് കർണാടക വിട്ടുനിൽക്കുന്നത്. അതേസമയം അർജുൻ്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു. അർജുൻ്റെ വീട്ടിലെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാരിൻ്റെ പരമാവധി സഹായങ്ങൾ അർജുനെ കണ്ടെത്തുന്നതിനായി ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അതേസമയം അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലായി എന്നുള്ള വാർത്തയാണ് വീണ്ടും പുറത്തു വരുന്നത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചില്ല. പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന് പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത്. മഴയുണ്ടെങ്കിലും തിരച്ചിലിന് താൻ തയ്യാറാണെന്ന് ഈശ്വർ മാൽപ്പയെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അനുമതിയില്ലാതെ ഇറങ്ങാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അർജുൻ്റെ ജീവിത പങ്കാളി കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ 11 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രഖ്യാപിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, MVR ക്യാൻസർ സെൻ്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അർജുൻ്റെ വിദ്യാസമ്പന്നയായ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും. സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിരവധി പേരാണ് ഭവനരഹിതരായത്. അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ അനുവാദത്തിന് വിധേയമായി 5 ലക്ഷം രൂപ ചെലവഴിച്ച് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നും കോഴിക്കോട് സിറ്റി സഹകരണ ബാങ്ക് അറിയിച്ചു.